വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് വേങ്ങരയിൽ സ്വീകരണം നൽകി. 5:30 പറമ്പിൽപ്പടി അമ്മാഞ്ചേരി ക്ഷേത്ര പരിസരത്തെത്തിയ ജാഥയെ പ്രവർത്തകർ വാദ്യോഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ചു. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. നാടിൻ്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് പ്രൗഢഗംഭീര സ്വീകരണമാണ് വേങ്ങരയിൽ നൽകിയത്. 5:30 പറമ്പിൽപ്പടി അമ്മാഞ്ചേരി ക്ഷേത്ര പരിസരത്തെത്തിയ ജാഥയെ പ്രവർത്തകർ വാദ്യഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരിച്ചു. തുടർന്ന് 1.5 കിലോമീറ്റർ പിന്നിട്ട് ജാഥ ഊരകം സിനിമാ ഹാൾ ജംഗ്ഷൻ പരിസരത്ത് പര്യടനം പൂർത്തിയാക്കി. മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാൻ വിവിധ പോഷക സംഘടനകൾ ജാഥ ക്യാപ്റ്റന് ഹാരമണിയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന വെൽഫെയർ പാർട്ടി ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കുരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വേങ്ങര മണ്ഡലം പ്രസിഡന്റ് VP കുഞ്ഞാലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ റസാഖ് പാലേരി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെടുക എന്നത് കൊണ്ടുവന്നത് സംഘപരിവാറാണെന്നും അത്തരത്തിലൊരു സംഭവമാണ് മംഗലാപുരത്ത് പറപ്പൂർ സ്വദേശിയായ അഷ്റഫിൻ്റെ ജീവനെടുത്തതെന്നും റസാഖ് പാലേരി പറഞ്ഞു. ഇന്ത്യ അതിജീവിക്കുമെന്നും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയം പരാജയപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷേ കശ്മീർ ഭീകരാക്രമണവും യുദ്ധവുമൊക്കെ കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ വെടിനിർത്തലിനു ശേഷം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വേദിയിൽ പങ്കുവെക്കപ്പെട്ടത്. ഇവിടെ അടുത്താണ് മംഗലാപുരത്ത് തല്ലിക്കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വീട്. അഷ്റഫ് എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര്. അദ്ദേഹം ചെറിയ മാനസിക പ്രയാസങ്ങളൊക്കെ ഉള്ള ചെറുപ്പക്കാരനാണ് എന്നും പറയുന്നു. വല്ലാതെ ദാഹിച്ചപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുനിന്ന് അല്പം വെള്ളം എടുത്ത് കുടിച്ചത്രേ. വെള്ളം കുടിച്ചാൽ തല്ലിക്കൊല്ലപ്പെടുക എന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? സംഘപരിവാറാണ്. നേരത്തെയും അങ്ങനെ അനുഭവമുണ്ട്. ഏതോ സ്കൂളിൽ വെച്ച വെള്ളം കുടിച്ചപ്പോൾ ദളിത് കുട്ടിയെ തല്ലിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുകയാണ്. ഇതിനെതിരായ പ്രതിഷേധവും പ്രതിരോധവുമാണ് ഈ പദയാത്രയിലൂടെ നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതിജീവിക്കും,
സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയം പരാജയപ്പെടും. അതിനുള്ള പടപ്പുറപ്പാടാണ് വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാഹോദര്യത്തിൻ്റെ പുതുവസന്തം വിരിയും. ജനതയൊന്നടങ്കം വിദ്വേഷത്തിനെതിരെ രംഗത്ത് വരിക തന്നെ ചെയ്യും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ഷഫീഖ, സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി, മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭദ്ര വണ്ടൂർ, ജില്ലാ സെക്രട്ടറി KM ഹമീദ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം പനക്കൽ ദാമോദരൻ, EC ആയിഷ അവറു മാസ്റ്റർ, പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം താഹിറ എടയാടൻ, നാസർ വേങ്ങര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ഷാഹുൽ ഹമീദ് തറയിൽ സ്വാഗതവും ട്രഷറർ അഷ്റഫ് പാലേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വേങ്ങര.